നമസ്കാരം, പെല്ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കിടിലൻ ഗപ്പി ഫാമിലി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിജീഷ്. ഇവിടെ വാടാനപ്പള്ളി തൃത്തൂർ എന്ന സ്ഥലം. ഗപ്പീസാണ് ചെയ്യുന്നത്. വളരെ കുറച്ചായിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് എത്ര വെറൈറ്റി ഇപ്പോൾ ചെയ്യുന്നുണ്ട്? ഒരു 12-13 വെറൈറ്റീസ് ഉണ്ട് നമ്മളതിൽ. ഇതിപ്പോൾ എത്ര നാളെ ഇപ്പോൾ ഗപ്പി ബ്രീഡിംഗ് ഒക്കെ തുടങ്ങിയിട്ട്? കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് നാളുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഗപ്പി ബ്രീഡിങ്ങിലേക്ക് ഇപ്പോൾ എത്തിയത്? അതിങ്ങനെ ഒരു രസത്തിന് തുടങ്ങിയതാ, ഒരു ഇൻട്രസ്റ്റിൻ്റെ ചെയ്ത് തുടങ്ങിയതാ. അപ്പോൾ നമുക്ക് ഇനി ഓരോ വെറൈറ്റികളെ പരിചയപ്പെടാറേ. ഓക്കെ, ഷോൺ. ഇത് HB ബ്ലൂ എന്ന റേറ്റാണ്. നോർമലാണ്, വേറെ ഓവർടൈലോ അങ്ങനെയൊന്നുമല്ല. നോർമൽ HB ബ്ലൂ തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളതിലൊന്നും സ്റ്റോക്കില്ല. നമ്മളിപ്പോൾ പുതിയൊരു ഫാമിൻ്റെ വർക്കിനോട് അനുബന്ധിച്ച് ഇപ്പോൾ വിഷയം സെയിലില്ല. ഒരു 1-2 ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ സെയിലിന്. ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ബ്രീഡായി കിട്ടുന്ന ഐറ്റാണോ? പിന്നെ പറയണ്ട. ഇത് പർപ്പിൾ മൊസൈക്കാണ്. ഇത് ജൂനിയർ സൈസാണ്. ഇത് സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു 65% സ്റ്റേബിളാണ്. എന്നാലും വളരെ കുറച്ച് ഇറങ്ങുന്നുള്ളൂ. ഇത് റെഡ് പർപ്പിളായാലും മറ്റേ ഇതായാലും മൊസൈക്ക്. ഇതാണ് സാന്റാക്ലോസ്. ഇത് നമ്മളതിൽ കുറച്ച് പേരും കൂടി ഉണ്ട് സെയിലിന്. 3-4 പേര് കാണുള്ളൂ. നമ്മുടെ ഫേവറേറ്റ് പേരിൽ ഒരൈറ്റാണ് സാന്റ. വേണമെന്നില്ല. ഇതാണ് നമ്മുടെ പാണ്ഡൂര ബ്ലൂ മൊസൈക്ക്. ഇത് നമ്മളിത് സെയിലിന് ആയി വരുന്നുള്ളൂ. ഇത് നല്ല ലൈറ്റാണ്. ഇത് പ്ലാറ്റിനം റെഡ് ടൈല് ഡംബോയറാണ്. സെയിലിനായിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നേ ഉള്ളൂ. ഇതിപ്പോൾ ന്യൂ സ്ട്രെയിൻ ആണോ? ഇല്ല, ന്യൂ ലൈനല്ല, ഓൾഡ് ലൈൻ തന്നെ. ഇപ്പോൾ ഇത് ഇയറുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ അതിന് സെപ്പറേറ്റ് ഫുഡ് എന്തെങ്കിലും കൊടുക്കണം ഇയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്? ഇപ്പോൾ നമ്മൾ സ്പെയർലീന് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഇവിടെ എല്ലാവർക്കും ആർട്ടിമിയും പാണ്ഡൂരയും ഫീഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സ്പെയർലീനും ഇടയ്ക്കൊക്കെ മറ്റേ ഫ്ലേക്സുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് പാണ്ഡൂരയും ആർട്ടിമിയാണ്. പിന്നെ ഇതിന് സ്പെയർലീന വോയിസ് ചെയ്യും. ഇയറുള്ള ടൈപ്പുകൾക്ക് സെപ്പറേറ്റ് ഫുഡ് എന്തെങ്കിലും? ഇല്ല, നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുന്ന കാര്യം തന്നെ. സ്പെയർലീന് കൊടുത്ത ഇയറൊക്കെ ഒന്നുകൂടി കളർ കയറുന്നു മാത്രം. ഇത് ചില്ലി മൊസൈക്ക് ഡംബോയർ റിബൺ ആണ്.
ഇതിപ്പോൾ കൊടുക്കാനുള്ളതുണ്ടോ അപ്പോൾ നമ്മുടെ ഇല്ല, ആയി വരുന്നുള്ളൂ. ഒരു മാസം ഉണ്ടെങ്കിൽ. ഇത് ബ്ലൂ ഡ്രാഗൺ ആണ്. നല്ല റേറ്റാണ്, അത്യാവശ്യം മാർക്കറ്റൊക്കെയുള്ള ഐറ്റമാണ് എപ്പോഴും. ഇതിപ്പോൾ എടുത്തപ്പോൾ എത്ര റേറ്റ് ആയി ഇപ്പോൾ? ഇത് 1200 നമ്മളിവിടെ ഇപ്പോൾ ഓൾറെഡി നല്ല മാർക്കറ്റ് ഉണ്ട്. 1200 പോകുന്നുണ്ട്. ഇതിനിപ്പോൾ കൊടുക്കാനുണ്ടോ നമ്മുടെ? ഇല്ല, ആവുന്നുള്ളൂ. ആവുന്നുള്ളൂ. ഇതിപ്പോൾ പുതിയ സ്ട്രെയിൻ എടുത്താണോ? അപ്പോൾ ഞാനിപ്പോൾ പുതിയ എടുത്തതാണ്. പഴയ സ്ട്രെയിനാണ്, പഴയ സ്ട്രെയിനാണ്. ഇപ്പോൾ ന്യൂ ലൈൻ വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. ഈ ഐറ്റം മെറ്റാലിക് ബ്ലാക്ക് ലൈസ് റിബൺ ലൈനാണത്. നല്ല മൂവ്മെൻറ്റുള്ള ഐറ്റമാണ്. നമ്മൾ കൊടുക്കാൻ കുറച്ച് പേരുണ്ടാവും. ഇത് കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പേരുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നുണ്ടോ? എല്ലാതും ഉണ്ട്, കൊറിയറുണ്ട്, ഇവിടെ വന്നിട്ട് വാങ്ങുകയും ചെയ്യാം. ഇത് ആൽബിനോക്കോയി ഐറ്റാണ്. ആൽബിനോ ടൈപ്പാണ്, ആൽബിനോക്കോയിയാണ്. നല്ല മൂവ്മെൻറ്റുള്ള ഐറ്റാണ്. എപ്പോഴും എൻക്വയറിയും എപ്പോഴും സെയിലുള്ള ഐറ്റാണ്. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടോ? ഇത് നമ്മളിലുണ്ട്, കൊടുക്കാണ്ടല്ലേ? നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളത്. പക്കയായിട്ടാണ്, പക്ക മാർക്കിങ്. ഫീമെയിലിലും ടോപ്പ് കയറി വരും. കണ്ടില്ലേ? ഇത് AFR ആൽബിനോ ഫുൾ റെഡ്. ഇതിപ്പോൾ നമ്മളതിൽ സെയിലിന് ആവശ്യത്തിനുണ്ട്. ജൂനിയർ സൈസാണ്. റെഡൊക്കെ കറക്റ്റായിട്ട് കയറി വരുന്നുള്ളൂ പൊടിയിലൊക്കെ. ഇതിനിപ്പോൾ സ്പെഷ്യൽ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റേ റെഡ് കൂടുതൽ കയറാനായിട്ട്? സ്പെഷ്യൽ ഫുഡ് നമ്മൾ RTMയും പാൻഡൂരിയും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആഴ്ചയിൽ 1-2 ദിവസം പ്രിൻസ് വീൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രോസൺ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തന്നെ ഇവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് ഫുൾ ഗോൾഡ്. ഇതും ജൂനിയർ സൈസാണ്. നമ്മളതിൽ ആവശ്യത്തിന് സെയിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ സൈസാണ് നമ്മുടെ കൊടുക്കാനുള്ളത്? അതെ, ഈ സൈസ് തന്നെ കൊടുക്കാനുള്ളത്.
ഇവിടെ ഇപ്പോൾ മീനൊക്കെ എത്ര മാസത്തിന് ശേഷം നമ്മളിവിടെ കൊടുക്കണത്? ഇവിടെ ജൂനിയർ സൈസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കും. നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ട് ഫീഡ് ചെയ്യുന്നൊക്കെ. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് തരുമല്ലേ? അതിൻ്റെ പ്രത്യേകത അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ. ഇത് ബ്ലൂ ഡയമണ്ട് ന്യൂ ലൈനാണ്. ഡയമണ്ട് ഡംബോയർ, ബ്ലൂ ഡയമണ്ട് ഡംബോയറാണ്. ന്യൂ ലൈനാണ് നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. ബ്രീഡാവാനായിട്ടുണ്ട്. ഇത് ലെസുലി ബ്ലൂ എന്ന് പറഞ്ഞിട്ട് റേറ്റാണ്. ഇപ്പോൾ ന്യൂ വൈറ്റാണ്. ഇതിപ്പോൾ ജൂനിയർ സൈസാണ്. ഇപ്പോൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഇപ്പോൾ അവർ ഒരുമിച്ചിട്ടിട്ടുള്ളൂ. മെയിൽ ഫുള്ള് ബ്ലൂ കയറും. ഇപ്പോൾ അത് ബ്ലൂ കളർ കയറി വരുന്നുള്ളൂ. നല്ല ഡാർക്ക് ബ്ലൂ ആവും. ഇത് ബ്രീഡിങ്ങിനുള്ള സൈസ് ആയിട്ടുണ്ടോ? ഇപ്പോൾ ബ്രീഡിങ് സൈസ് ആയിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുമിച്ചിട്ടിട്ടുള്ളതാണ് അവർ. ഇതിപ്പോൾ ന്യൂ സ്ട്രെയിൻ ആണത്? ന്യൂ സ്ട്രെയിൻ ആണ്. അതിങ്ങനെ ആരെങ്കിലും കണ്ടിട്ടില്ല. ഇത് ഇത് ചില്ലി മൊസൈക്ക് ഡംബോയറാണ്. നമ്മൾ മുൻപ് കണ്ടത് ചില്ലി മൊസൈക്ക് ഡംബോയറും റിബൺ. ഇതിന് റിബണില്ല, ഇത് നോൺ റിബണാണ്, ഡംബോയർ മാത്രം. ഇതിപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ട്? ഇപ്പോൾ ഇതിപ്പോൾ കൊടുക്കാനില്ല. ഇത് ചില്ലി മൊസൈക്ക് ബിഗ് ഇയർ നമ്മൾ കൊടുക്കാനുണ്ടാവും. നല്ല അത്യാവശ്യം ക്വാളിറ്റി കൊടുക്കാണ്ടല്ലേ? ക്വാളിറ്റിയിലെ ഐറ്റം കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ ബിഗ് ഇയറും ഡംബോയറും തമ്മിലുള്ള വ്യത്യാസം? ഇത് ഒന്നുകൂടിയും അതിനേക്കാളും ചെറുതായിരിക്കും ഇയറിലെ. ഇതിനുമ്പോൾ നമ്മളൊരു 3 ഐറ്റം ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ മുൻപ് ഇപ്പോൾ 2 ഡംബോയർ റിബൺ കണ്ടു, ഡംബോയർ മാത്രമുള്ളത് കണ്ടു. ഇതിപ്പോൾ ചില്ലി ബിഗ് ഇയർ. ഇത് സിയാൻ ബ്ലാക്ക് ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇതൊരു ഇമ്പോർട്ടഡ് പേരാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ അധികം ആരെങ്കിലും ഇല്ലയെന്ന് തോന്നല്ലേ ഈ ഐറ്റം? എൻ്റെ ഒരു ഇതൊക്കെ, പക്ഷെ അത് ഫസ്റ്റ് ഷിപ്മെൻറ്റിൽ വന്നതൊന്നും ബ്രീഡ് ആവണില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഷിപ്മെൻറ്റിൽ വന്നപ്പോൾ നമ്മൾ എടുത്താണ്. തായ്ലാൻഡാണ് മെയിൻ. ഇത് വൈറ്റ് ടെക്സിഡോ നമ്മളിൽ കൊടുക്കാൻ സെയിലിനുള്ളതാണ്. അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? അത്യാവശ്യം കൊടുക്കാനുണ്ട്.
ഇതിൽ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇത് നമ്മൾ ആറ്റിമീൻ പാണ്ടൂരി മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ടെക്കി ആഴ്ചയിൽ ഒരു 1-2 ദിവസം സ്പെയർ ലൈനിടെ ഇത് ഒട്ടുമിക്ക സ്ഥലത്തും റെഡ് വൈറ്റിൽ കാരണം ഇതുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ പ്രശ്നമാണോ? ഫുഡിൻ്റെയാണ്. പ്രിൻസ് വെയിൻ ഇലാർവിൽ കൊടുത്ത റെഡ് കയറി പെട്ടെന്ന്. ഇത് ബ്രസീലിയൻ റെഡ് എന്ന് പറഞ്ഞിട്ട് റേറ്റാണ് നമ്മളത്. സെയിലിനുണ്ട്, ഒരു ലിമിറ്റഡ് പേരുണ്ട്. ഇതൊക്കെ നന്നായി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ്. നന്നായിട്ട് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുള്ള മീനുകൾ. ഗപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതിൽ വീഡിയോയിൽ ഉണ്ടാകുന്ന നമ്മളെ നമ്പർ, കൊറിയർ പോസിബിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ.